ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. ഇനി വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഞാൻ 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി വേണം, പച്ചമുളക്, കറിവേപ്പില, വലിയ ഉള്ളി, കുറച്ച് ബ്രെഡ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി ഇതിലോട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും, ഇവിടെ ഞാൻ ചെറിയ ഒരു തക്കാളി കുഞ്ഞതാക്കി കട്ട് ചെയ്തതും, ഒരു ഉള്ളിയുടെ പകുതി ചെറിയ പീസാക്കി കട്ട് ചെയ്തതും, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചമുളകും ചേർക്കാവുന്നതാണ്. മുളക് പൊടിയും പച്ചമുളകും ഉള്ളത് കാരണമാണ് ഞാൻ ഒരു പച്ചമുളക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഒരു പാനിലോട്ട് ഇവിടെ ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിലും ബട്ടറിലുമെല്ലാം ഇത് ഉണ്ടാക്കാവുന്നതാണ്. നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മുട്ടയുടെ ആ മസാലയിലോട്ട് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. പാനിലോട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലോ ലോയിലോ ആക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ മുട്ട കലക്കിയ മിക്സ് ചേർത്ത് കൊടുക്കാം. കാരണം ഇതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഉള്ളിയും തക്കാളിയും വെജിറ്റബിൾസ് ഒന്നും എങ്ങനെയായാലും ആ ബ്രെഡിലോട്ട് പിടിക്കില്ല. അത് കാരണം കുറേശ്ശെ എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടുതലാവേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഒന്ന് മറിച്ചിട്ടെടുക്കാം. ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗത്തും കുറേശ്ശെ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കാൻ മറക്കരുത്, ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയത്തിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്, എങ്കിലേ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഉള്ളിയും തക്കാളിയും എല്ലാം കടിക്കുമ്പോൾ ബ്രെഡും കൂടെയാകുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും അവർക്ക് സ്കൂളിലേക്ക് സ്നാക്സായും കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സാണിത്. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണിത്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.